IPL-ൽ പഞ്ചാബ് കിങ്സിനെ തകർത്ത് റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരു 7 വിക്കറ്റിനാണ് ബംഗളൂരു പഞ്ചാബിനെ വീഴ്ത്തിയത്. RCBക്കായി വിരാട് കോഹ്ലിയും ദേവ്ദത്ത് പടിക്കലും അർദ്ധ സെഞ്ചുറി നേടി. സ്പോർട്സ് ഡെസ്കിൽ നിന്നും ഖിലാഫ് അഹമ്മദ് ചേരുന്നു. ഖിലാഫ്, എത്ര പന്ത് ബാക്കി നിൽക്കുമ്പോഴാണ് പഞ്ചാബ് ഉയർത്തിയ വിജയ ലക്ഷ്യം ബംഗളൂരു മറികടന്നിരിക്കുന്നത്? തീർച്ചയായും ലക്ഷ്മി, ഇന്ന് ഒരു ആവേശപ്പോര് തന്നെയായിരുന്നു ഇന്ന് ഈ RCB പഞ്ചാബ് മത്സരം. കാരണം കഴിഞ്ഞ മത്സരത്തിൽ ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് RCB പഞ്ചാബ് ഒരു മത്സരം കൂടി ഇന്ന് കളിക്കാനെത്തിയത്. ഈ ഒരു മത്സരത്തിൽ തീർത്തും ഒരു കടം വീട്ടൽ മത്സരം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. കഴിഞ്ഞ മത്സരത്തിൽ RCBയുടെ തട്ടകമായ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ പഞ്ചാബിനെ മികച്ച ഒരു വിജയമാണ് സ്വന്തമാക്കാൻ സാധിച്ചത്. എന്നാൽ ആ ഒരു പകരത്തിന് പകരം എന്ന രീതിയിലായിരുന്നു RCBയുടെ ഇന്നത്തെ മത്സരം. കാരണം ഈ ഒരു മത്സരത്തിൽ അവരുടെ തട്ടകത്തിൽ, പഞ്ചാബിൻ്റെ ഹോം തട്ടകത്തിൽ പോയി അവരെ വീഴ്ത്തിയാണ് ഇന്ന് RCB ജയം കരസ്ഥമാക്കിയത്. കൂടാതെ കോഹ്ലിക്കും അതേപോലെ ദേവ്ദത്ത് പടിക്കലിനും അർദ്ധ സെഞ്ചുറി നേടാനായതും ഈ ഒരു ടീമിന് മികച്ച ഒരു പ്രകടനമാണ് ഇന്ന് കാഴ്ചവെച്ചത്. കൂടാതെ ഇന്ന് ആദ്യം നേരത്തെ ബാറ്റിംഗ് പോയ പഞ്ചാബിന് ഇന്ന് ഏകദേശം ആദ്യം തന്നെ മികച്ച തുടക്കം ലഭിച്ചെങ്കിലും എന്നാൽ ബാംഗ്ലൂരിൻ്റെ ബോളർമാരുടെ മികച്ച കരുത്താണ് ഇന്ന് ബാംഗ്ലൂരിന് തുണയായത്. കാരണം സുയേഷ് വർമ്മയുടെയും കൂടാതെ കൃണാൽ പാണ്ഡ്യയുടെയും 4 ഓവറുകൾ വീതം നടത്തിയ പെർഫോമൻസിൽ 4 വിക്കറ്റുകളാണ് വീഴ്ത്തിയത്. ഇന്ന് നടന്ന മത്സരത്തിൽ RCBക്കായി ഈ കോഹ്ലി ഈ ടൂർണമെൻറ്റിൽ 4ാമത്തെ അർദ്ധ സെഞ്ചുറിയാണ് തികച്ചത്. ലക്ഷ്മി പത്മ. ഖിലാഫ് അഹമ്മദാണ് വിവരങ്ങൾ പങ്കുവച്ചത് സ്പോർട്സ് ഡെസ്കിൽ നിന്ന്.